നമസ്കാരം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം ഗുരുവായൂർ വിശേഷങ്ങളും പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നൊരു 5 മണി മുതൽ 5 മണിക്ക് ശേഷം ഒരു ശിവേലി കഴിയുന്നവരെ ഒരു 7:30 മണി വരെ ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടാവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ കുട്ടിയുടെ ചോറൂണ് പ്രമാണിച്ചിട്ടാണ് പോയത്. പക്ഷെ രാവിലെ നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി. അത് നമ്മളാ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ തൊഴാനായിട്ട് നാലമ്പലത്തിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായ പൂജാ ഇടവേളകളിൽ നട അടച്ച് തുറക്കുമല്ലോ. അങ്ങനെ 2 വട്ടം നട അടച്ച് തുറക്കുന്നത് കാണാൻ പറ്റി. അത് വലിയ ഭാഗ്യമാണ്, ഭയങ്കര സന്തോഷമാണ് നമുക്ക് മനസ്സിലുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ഒരുപാട് നാമം ചൊല്ലാൻ പറ്റി, 11 നമസ്കരിക്കാൻ പറ്റി. നമ്മൾ തൊഴുതിട്ട് പ്രദക്ഷിണം വെച്ചിട്ട് ഇങ്ങനെ ഗണപതിൻ്റെയൊക്കെ തൊഴുതിട്ട് നമ്മൾ എന്താ പറയുക, അനന്തശയനത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ നിന്നിട്ട് അവിടെ നമ്മൾ നമസ്കരിക്കാൻ കണ്ടിട്ടില്ലേ, ആൾക്കാർ നമസ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ, അവിടെ നമുക്ക് 11 നമസ്കരിക്കാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യം. ആ 11 നമസ്കരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളവിടെ തൊഴാനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ, അമ്പലത്തിനകത്ത് നാലമ്പലത്തിനകത്ത് ആ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഭഗവാനെ നോക്കി നിൽക്കുമ്പോൾ, ഇടതുഭാഗത്ത് ഇരുന്നിട്ട് ജപിച്ചിരുന്ന ഒരു തിരുമേനി, കീശാന്തി തിരുമേനിയാണ്. അദ്ദേഹം നാമം ജപം പൂർത്തിയാക്കിയിട്ട് എണീറ്റ് നിന്നിട്ട് നമസ്കരിക്കുന്നത് കണ്ടു. വീണ് നമസ്കരിക്കണു, എണീറ്റ് നമസ്കരിക്കണു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എത്രയാണ് നമസ്കരിച്ച്, എത്ര സാഷ്ടാംഗ നമസ്കാരമാണ് ചെയ്തത് ചോദിച്ചു. അദ്ദേഹം 7 11 പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും 7 11 ഞാൻ 11 നമസ്കരിക്കാൻ തീരുമാനിച്ചു. ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിനകത്ത് പോയി കഴിഞ്ഞാൽ അകത്ത് നമസ്കരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് 11 നമസ്കരിച്ച് എണീറ്റപ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷം. എന്ന് ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിലൊക്കെ പറഞ്ഞു, നമുക്ക് എന്തോ ഒരു ശക്തി കിട്ടിയ മാതിരി, ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. രാവിലെ തൊട്ടിട്ട് തിരക്കുണ്ടെന്ന് ഗുരുവായൂർ, എന്നാൽ അത്ര വലിയ ബഹളമുള്ള തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇന്ന് ശ്രീരാമസ്വാമി ആയിരുന്നു. ഓണം പ്രമാണിച്ചിട്ടുള്ള പൂക്കളത്തിൽ ഇന്ന് ശ്രീരാമസ്വാമി ആയിരുന്നു. അതൊക്കെ നമ്മൾ അപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിലും ചാനലിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിനി ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് വരാം. ഇന്ന് തിരുപ്പതി ഭഗവാനായിട്ടാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ ശ്രീകോവിലിൽ നിൽക്കുന്നത്. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഇന്നും പറഞ്ഞോട്ടെ, ഇന്ന് വന്ന് തൊഴുത് ആ ദർശനം കിട്ടിയവർ ഭാഗ്യവാന്മാർ. ഇനി അതല്ല, ദൂരദേശങ്ങളിൽ ഇരുന്നിട്ട് നമ്മൾ ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നത് കൊണ്ട് എന്താ പറയുക, നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ ഭാഗ്യം, മഹാഭാഗ്യം. കാരണം നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ടാണ് ഭഗവാന്റെ കാര്യങ്ങൾ അറിയാൻ നമ്മൾ ഉത്സാഹം കാണിക്കുന്നത്. നമ്മളിലേക്ക് ഭഗവാന്റെ വിവരങ്ങൾ തേടിയെത്തുന്നത് നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ടാണ്, അല്ലേ? അപ്പം നമ്മൾ ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഭഗവാൻ നമ്മളിലേക്കുള്ള വഴി ഭഗവാനും തുറന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ 1000 മടങ്ങ് ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അഭയമുദ്രയായിട്ട് അരയിലൊരു കൈ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ, കുഞ്ഞിക്കണ്ണനായിട്ട്. പതിവ് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുമാരേട്ടൻ വിശദമായിട്ട് ഭഗവാന്റെ ഓരോരോ കുഞ്ഞു ആഭരണങ്ങളൊക്കെ ആയിട്ട് ഇൻ ഡീറ്റെയിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ചാനലിൽ അദ്ദേഹം എല്ലാ ദിവസവും ഉച്ചപൂജ അലങ്കാരം പറയുന്നതാണ്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന ഭഗവാനെ നമ്മൾ കണ്ടു. നമ്മൾ ചെയ്യേണ്ടത് എന്താ? അങ്ങനെയാണ് എൻ്റെ ഗുരുവായൂരപ്പൻ ഇന്ന് ശ്രീലകത്ത് നിന്ന് നമുക്കറിയാം. അതേ രൂപത്തിൽ നമ്മൾ നമ്മുടെ പൊന്നു ഭഗവാൻ ഗുരുവായൂരപ്പനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഇന്നത്തെ ദിവസം ഈ സമയം വരെ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഭഗവാനെ എന്ന് പറയാം. അറിഞ്ഞും മര്യാദയും ചെയ്തു പോയിട്ടുള്ള സകലവിധ തെറ്റുകൾക്കും നമ്മൾ അപേക്ഷിക്കുന്നു ഭഗവാനെ എന്ന് പറയാം. നാളത്തെ ദിവസം നമുക്കെല്ലാവർക്കും നല്ല ദിവസമാവണേ എന്ന് നമ്മൾ ഭഗവാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് തരുന്ന ഭഗവാൻ, നമ്മൾ സന്തോഷങ്ങൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മളത് തിരിച്ചറിയാൻ നമുക്കൊക്കെ സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ വളരെയധികം ഭാഗ്യം ചെയ്ത ആളുകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തെ, ലോകത്തിലെ ഏറ്റവും പരമമായ സത്യത്തെ, ലോകത്തിൽ എന്താണോ ഒരു മനുഷ്യന് പരിപൂർണമായിട്ട് സംതൃപ്തി നൽകുന്നത്, ആ വിഷയത്തെക്കുറിച്ച് അറിയാനുള്ള ഉത്സാഹമാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതിലൂടെ നമ്മൾ തെളിയിക്കുന്നത്, അല്ലേ? നമുക്ക് പരമമായ പരമ്പൊരുളിനെ കുറിച്ച് അറിയാനും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനും നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ.
അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തു. 422 കല്യാണങ്ങളാണ് 23-ാം തീയതി ഗുരുവായൂർ. അതിനുശേഷം 30-ാം തീയതി വരാൻ പോണത് 328 കല്യാണങ്ങളും. ഒരു 3 ദിവസത്തെ ടോട്ടൽ സം എടുത്തു കഴിഞ്ഞാൽ 1100ഓളം കല്യാണങ്ങൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും തിരക്കുള്ള ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ വിശേഷങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അതൊരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കിയിട്ടാണ് മുടങ്ങാതെ കുറച്ച് ദിവസമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്കറിയണം. ഇതിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ട് വളരെ മിതമായ അറിവ് വെച്ച് അറിയുന്നത് പോലെ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതിനനുസരിച്ചിട്ട് വേണ്ട നടപടികൾ, വേണ്ട മാറ്റങ്ങൾ ഇതിൽ വരുത്താൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ഗുരുവായൂരിലെ ഇന്നത്തെ കുളപ്രദക്ഷിണം അതിസുന്ദരമായിരുന്നു. രാവിലെ ഞാൻ രാവിലെ 5 മണി തൊട്ടിട്ട് 7:30 വരെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതിനുശേഷം ഒരു 11 മണി തൊട്ടിട്ട് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്നത് വരെ ആ തിരുനടയിൽ എന്നെ സമയം ചിലവഴിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെയും കുളപ്രദക്ഷിണങ്ങൾ ചെയ്തു. നല്ല തിരക്കുണ്ട്. കല്യാണങ്ങളുടെ തിരക്കുണ്ട്, ഫോട്ടോഷൂട്ടുകൾ നടക്കുന്നുണ്ട്, പ്രസാദൂട്ടിൻ്റെ തിരക്കുണ്ട്. വളരെ സമ്പന്നരായിട്ടുള്ള ഒരുപാട് കൃഷ്ണബന്ധുക്കളെ കാണാൻ സാധിച്ചു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. അപ്പോൾ ഇന്നത്തെ ഗുരുവായൂർ കാഴ്ചകളും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാര വർണ്ണനയും ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും പൊന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നാളത്തെ ഉച്ചപൂജ അലങ്കാരവും ഗുരുവായൂർ കാഴ്ചകളുമായിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ വരാം. എനിക്കൊരു കാര്യം ഇവിടെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂരിനെ കുറിച്ചിട്ട് എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണോ അപ്പം ലഭ്യമായിട്ടുള്ളത്, ആ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ എത്തിക്കാനുള്ള എൻ്റെ ഒരു മീഡിയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഡെയിലിയുള്ള അപ്ഡേറ്റ്സും ഡെയിലി ഞങ്ങൾ ഞാനിപ്പോൾ കുളപ്രദക്ഷിണം ചെയ്യണത് നിങ്ങളോട് പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഫോട്ടോ ആയിട്ട് എടുത്തിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. നിങ്ങളെല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരി ഓം തത്സത്.